അറിയത്തില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അവർ പറ്റിക്കും. എനിക്ക് പറയാനുള്ളത്, പാട്ടത്തിൻ്റെ സ്ഥലം എടുക്കാൻ വരുന്ന ആൾക്കാരോട്ടോ കേട്ടോ. പ്രത്യേകിച്ച് ഇടുക്കിയിലല്ലാതെ ഇടുക്കിക്ക് പുറത്തുള്ള ആൾക്കാർ ധാരാളമായിട്ട് നമ്മുടെ ഇടുക്കിയിലേക്ക് നമ്മുടെ ഏലത്തോട്ടം എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ കാശുള്ള, അങ്ങനെ ഭയങ്കര പൈസ ഇഷ്ടം പോലെ ഉള്ള ആൾക്കാരോടൊന്നുമല്ല. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ സാധാരണക്കാരായുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പം കൃഷി ചെയ്യാൻ രക്ഷപ്പെടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീടിൻ്റെ കിടപ്പാടം പണയം വെച്ച് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സ്റ്റിൽ നമുക്കുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്, ഇങ്ങനെ തോട്ടം എടുക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ അവരോട് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു തോട്ടം പോയി നോക്കുമ്പോഴത്തേനും അത് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ നോക്കണം. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് വണ്ടി എടുക്കുമെന്ന് വെക്കുക. അപ്പം ആ വണ്ടീനെ പറ്റി അറിയാവുന്ന മെക്കാനിക്കിനെ കൊണ്ട് നമ്മൾ നോക്കിച്ചിട്ടാണ് അത്യാവശ്യം നാട്ടിലെങ്ങനെയാണ് എടുക്കുന്നത്. അല്ലാതെ നമ്മൾ അതിൻ്റെ മോടി കാര്യങ്ങളൊക്കെ കണ്ടിട്ടല്ല നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ എഞ്ചിൻ ഭാഗം ഓക്കെ ആണോ, അതിന് വേറെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു തോട്ടം എടുക്കുമ്പോഴത്തേനും, നിലവിലുള്ള ഒരു തോട്ടം എടുക്കുമ്പോഴത്തേനും, ആ തോട്ടത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏലച്ചെടീനെ കുറിച്ച് അത്യാവശ്യം ഗ്രാഹ്യമുള്ള ആരെയും വിളിച്ചിട്ട് നിങ്ങൾ ആ തോട്ടം ഒന്ന് കാണിച്ചിട്ട് ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾ തോട്ടം എടുക്കുക. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒത്തിരി തോട്ടത്തിൻ്റെ റേറ്റ് കേൾക്കുമ്പോഴത്തേനും നമ്മൾ തന്നെ കണ്ണ് നള്ളാറുണ്ട്. 2.25-3 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പം തോട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്, ഓൾറെഡി ചെടിയുള്ളത്. അപ്പം അത് 2.5 തൊട്ട് പോകുന്നുണ്ട് കേട്ടോ. 2.5, 2.25, 3.4 പറഞ്ഞ തോട്ടങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 2 ലക്ഷം രൂപ, എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, അറിയത്തില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അവർ പറ്റിക്കും, കുറേ ആൾക്കാർ പറ്റിക്കും. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു 2 ലക്ഷം രൂപയുടെ ഒരു തോട്ടം ഞാൻ കണ്ടു. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോയുടെ സൈഡിൽ കൂടെ ഞാൻ വേണേൽ തോട്ടം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിന് 2.5 ലക്ഷം രൂപയാണ് പറഞ്ഞത്. ഞാൻ തന്നെ വാ വിളിച്ചു പോയി, അല്ല കണ്ണ് വിളിച്ചു പോയി. ഈ 2.5 ലക്ഷം രൂപയ്ക്ക് ഈ തോട്ടം എങ്ങനെ അവർക്ക് പറയാൻ കണ്ടു എന്നാണ്, എങ്ങനെ അവർക്ക് പറയാൻ തോന്നിയെന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നേരെ പോയി തല വെച്ച് കൊടുക്കരുത്. അറിയാവുന്ന ആരെയെങ്കിലും കൊണ്ട് ഫോട്ടോ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ച്ച് കാണിച്ച് അവരുടെ ഒരു അഭിപ്രായമൊക്കെ സ്വീകരിച്ചിട്ട് വേണം നമ്മളത് തോട്ടം പോയി എടുക്കാൻ. അല്ലാതെ അപ്പോൾ എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏലച്ചെടിക്ക് ധാരാളം അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ തോട്ടം മുഴുവൻ പോകുന്നതും അങ്ങനെ അസുഖങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലായിടത്തുമൊന്നും ഇല്ല. ചില തോട്ടങ്ങൾ വ്യാപകമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു തോട്ടം എടുക്കുക, നമുക്ക് അതിനകത്ത് ഒരു 5 ഏക്കറിനകത്ത് ഒരു 10 മൊസൈക്ക് ചെടിയാണെന്ന് പറഞ്ഞാൽ അത് വിഷയമില്ല. 10-30 മൊസൈക്ക് ചെടി എന്ന് പറഞ്ഞാൽ അത് അത്ര വിഷയമില്ല. പക്ഷേ 5 ഏക്കർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 2.25 ഏക്കറും മൊസൈക്ക് പിടിച്ച് പോയ തോട്ടങ്ങളുണ്ട്. നമുക്കറിയാം, സ്റ്റിൽ നമുക്കറിയാം, അങ്ങനെ തോട്ടം നല്ല രീതിയിൽ മൊസൈക്ക് പിടിച്ച തോട്ടങ്ങളുണ്ട്. ആ തോട്ടങ്ങൾ ഒന്നും പോയി എടുക്കരുത്. അങ്ങനെ ഒരു സ്റ്റോറി നമുക്കറിയാം. അങ്ങനെ ഒരാൾ പോയി എടുത്തില്ല. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒന്ന് വന്ന് നോക്കാവോ കാര്യങ്ങളൊന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഞായറാഴ്ച ഞാൻ ഫ്രീ ആയിരുന്നു, പോയി നോക്കി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥലമൊക്കെ നല്ല സ്ഥലമാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ചെടിയുടെ ഇതിൽ വരുമ്പോഴത്തേനും നിറച്ച് മൊസൈക്കാണ്. ഒരു 75% മൊസൈക്കാണ് ചെടികൾ. അപ്പം നമ്മൾ പറഞ്ഞ് വിശ്വസിക്കുന്ന അറിയത്തില്ല, അതുപോലുള്ള തോട്ടങ്ങളും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനില്ല, നല്ല സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ മൊസൈക്ക് ഉണ്ട്. അപ്പം സ്ഥലം നോക്കിയിട്ട് പോയി എടുക്കരുത്. കാരണം വെച്ചാൽ, ഈ മൊസൈക്ക് ഉണ്ടെങ്കിൽ നമ്മളതിനകത്ത് എന്ത് നല്ല സ്ഥലമാണ്, എന്നാ ഏസോണാണ്, എന്ത് വെള്ളം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് പോയി എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ വെറും മണ്ണത്തിലായി പോകും. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തോട്ടം എടുക്കുമ്പോഴത്തേനും അത് നീറ്റായിട്ട് നോക്കി എടുക്കുക. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.